ഞാനൊരു ചോദ്യം ചോദിക്കാം. ജീവിതത്തിൽ നിങ്ങൾക്കൊരൊറ്റ സിനിമ കാണാനുള്ളൊരു അവസരമുണ്ട്. നിങ്ങൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? ഏതായിരിക്കും കാണുക? ഞാനാണെങ്കിൽ എൻ്റെ ഉത്തരം ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന ഗംഭീര സിനിമയാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതം എത്ര ബുദ്ധിമുട്ടിലോ അല്ലെങ്കിൽ തകർച്ചയിലോ ആയിക്കോട്ടെ, ആ ദുരിതത്തിൽ നിന്ന് തന്നെ കരകയറ്റാൻ കഠിന പരിശ്രമവും ചൊരിയാത്ത ആത്മവിശ്വാസവും സഹായിക്കുമെന്ന് ക്രിസ് ഗാർണർ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കാണണം. ഒപ്പം കുട്ടികളെയും കൂട്ടുക. അവർക്ക് ഈ കഥ മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ആ സത്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരച്ഛനും മകനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം വേറെ ഒരു സിനിമയിലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു പക്ഷേ അവതരിപ്പിച്ച വിൽ സ്മിത്തും ജേഡൻ സ്മിത്തും യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയതുകൊണ്ടാവാം. സിനിമയിൽ സ്റ്റോക്ക് ബ്രോക്കർ ആവുന്നതിന് മുമ്പേ ക്രിസിന് ഒരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. തൻ്റെ ഒരു കയ്യിൽ നിരന്തരം താനൊരു പെട്ടി പോലത്തെ സംഭവം തൂക്കി പിടിച്ച് നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും ഈ ഉപകരണം വിറ്റിട്ടാണ് താൻ വരുമാനം കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ പേര് പോർട്ടബിൾ ബോൺ ഡെൻസിറ്റോമീറ്റർ. പോർട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കുന്നുമുണ്ട്. ബോൺ ഡെൻസിറ്റോമീറ്റർ എന്ന് വെച്ചാൽ എല്ലുകളുടെ കട്ടി അളക്കുന്ന ഒരു ഉപകരണം. ഉപ്പൂറ്റി എല്ലാണ് സാധാരണ ഈ ഡെൻസിറ്റി അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. അങ്ങനെ നമുക്ക് ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം അതിന്റെ സാധ്യത നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ഈ അസ്ഥിക്ഷയം ഉണ്ടെങ്കിലോ എല്ലുകൾ പെട്ടെന്ന് ഒടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓസ്റ്റിയോപോറോസിസിനെതിരെയുള്ള മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഈ ഫ്രാക്ചർ പൊതുവെ ഒഴിവാക്കാം. കാൽഷ്യം, വൈറ്റമിൻ ഡി മുതലായ ഗുളികൾ നമ്മുടെ ഡെയിലി സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഈ ഓസ്റ്റിയോപോറോസിന്റെ സാധ്യത ക്രമേണ കുറഞ്ഞു വരുന്നു. ക്രിസിന്റെ ബിസിനസ് തുടക്കത്തിൽ നല്ലതായിരുന്നു. ക്രമേണ വിറ്റുപോകുന്നത് കുറഞ്ഞു വന്നു. ഡെക്സാസ്കാൻ പോലുള്ള നൂതന സംവിധാനമുള്ളപ്പോൾ ബോൺ ഡെൻസിറ്റോമീറ്ററിന്റെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. വാടക കൊടുക്കാൻ കാശില്ലാതെ ഇറങ്ങുമ്പോൾ തൻ്റെ മകനുമായി അഭയം പ്രാപിച്ചത് റെയിൽവേ സ്റ്റേഷനിലെ ഒരു പബ്ലിക് ടോയ്ലറ്റിലായിരുന്നു. ഹൃദയം നുറുങ്ങുന്ന ആ വേദനയിലെ തൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരറ്റി വീഴുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകളും നനയുന്നു. ആ അച്ഛൻ ആലോചിക്കുന്നത് തൻ്റെ മകൻ്റെ ആ സുഖനിദ്ര ഇല്ലാതാക്കാൻ ആ രാത്രി ഇനി ആരും അങ്ങോട്ടേക്ക് കയറി വരരുത് എന്നായിരിക്കും. പല രീതിയിലും കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, എന്നിട്ടും തൻ്റെ മുഖത്തെ ചിരി മാഞ്ഞില്ല. ജീവിതത്തിലെ ചില നിയോഗങ്ങളിൽ ചെന്നെത്താൻ നമുക്ക് ഒരുപാട് യാതനകൾ ചിലപ്പോൾ സഹിക്കേണ്ടി വന്നേക്കാം. ക്രിസ് ഗാർണറിന്റെ മനോധൈര്യം, ആത്മസമർപ്പണം, ത്യാഗം ആ ലക്ഷ്യത്തിലേക്ക് തന്നെ നയിച്ചു.